നമ്മുടെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ? അത് ഞാൻ ഒരു കാട്ടിക്കൊണ്ടൊക്കെ കയറ്റിയതാ. ഈ ലോ ഐഡി ചെയ്യുന്ന വണ്ടിയൊന്നും ഞാൻ മറന്നുപോയി. ഞാൻ ലോ ഐഡി ചെയ്ത വണ്ടി ഞാൻ ചാടി കറങ്ങിപ്പോയി അടിച്ച് കിട്ടി പോയി. നമ്മളിപ്പോൾ വണ്ടിയുടെ അവസ്ഥ എൻജിനെല്ലാം ഡാമേജ് ആയി. അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ കേസ് നമ്മുടെ വണ്ടി. നമുക്ക് അവിടെ ഒരു മെക്കാനിക് ഷോപ്പ് ഉണ്ട്. അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അല്ല, ആദ്യമായിട്ടല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഓണറൊക്കെ മാറി ആണ് കേസ് നമ്മൾ കേട്ടത്. അപ്പോൾ നമുക്ക് വണ്ടി താണ്ട് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം കേസ്. ഓക്കെ, ഇന്നലെ എൻ്റെ വണ്ടി ഇരിക്കുന്ന കിടപ്പുണ്ടോ ഗേസ്? ഗേസ്, നമ്മളിവിടുത്തെ ഓണറിനെ വിളിക്കാം. നമുക്ക് അകത്തോട്ടൊന്നും ചെയ്യാൻ പോരണ്ട, ഇതിൻ്റെ അകത്തോലായിരിക്കും. ചേട്ടായി ചേട്ടായി ഓയ് ചേട്ടോ ചേട്ടോ, തോ മോനെ തോണ്ട വരുന്നു. നിക്ക് 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 മോനെ. ഓ മോനെ, എന്തോ മോനെ, എന്തിനാ നീ വിളിച്ചത്? എന്തിനാ മോനെ നീ വിളിച്ച ഇപ്പം? അത് ചേട്ടാ, എൻ്റെ വണ്ടി ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എൻജോയ് എൻ്റേത്. അത് പണിയാൻ വേണ്ടി ചെയ്തത്. മോന് മോഡിഫിക്കേഷൻ ചെയ്യാനാണോ? അല്ല ചേട്ടാ, ഇത് ഞാൻ ചെറിയ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് വരിക. അപ്പം നമ്മൾ എന്തുവാ അതുകൊണ്ടേ ഇതങ്ങോട്ട് ചെയ്യാം. അതൊന്ന് പണിന്ന് കുട്ടപ്പനാക്കാം. മോൻ കോറ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തു. മോനകത്തോട്ട് കയറിയിരുന്നു റൂമിൻ്റെ അകത്തോട്ട്. എന്നാൽ പിന്നെ വണ്ടിയായിരുന്നു. അതെന്തോ കാണിച്ചു വെച്ചു. ഇത് റൊമ്പ് കൊണ്ണൊക്കെ ഉണ്ടല്ലോ. കൊച്ചു പോകും. വണ്ടി മൊത്തത്തിൽ പോകും. അതിനെ നമുക്ക് കൊഴുകി നോക്കാം. കൊഴുകി എന്തോ മോനെന്തോ വണ്ടി എന്തോ ഇപ്പോഴാ കറക്റ്റ് മനസ്സിലായി. അത് നമുക്ക് വേണ്ടി ബാക്കി കൊണ്ടുവരാം. നമുക്ക് നോക്കാം. മോനെ ഇങ്ങോട്ടൊന്ന് വന്നാളോ. എൻ്റെ മോൻ പരിപാടിയൊക്കെ കാണിച്ചിരിക്കുന്നു. എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൊണ്ടല്ലേ മോനെ? മോന് ഇതെന്ത് പോകാൻ പറ്റുന്നില്ലല്ലോ മോന്. അത് ഇച്ചിരി പ്രശ്നം കേട്ടോ. എന്തായാലും 1,50,000 ഒക്കെ ഇറങ്ങും. അതൊന്നും പോട്ടില്ല സാറേ. സാറില്ല മെക്കാനിക്കേ. നമുക്ക് എന്തായാലും ആ വണ്ടി ഒന്ന് പണിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് പഴയ ലുക്ക്, ചെറുക്കൻ്റെ പഴയ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടാം. അതൊക്കെ നമ്മൾ റെഡിയാക്കാം മോന്. എന്നാൽ ഒരു 2 ദിവസം കഴിഞ്ഞ്, രണ്ടല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകും. ആ ചേട്ടാ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. നമ്മുടെ മെക്കാനിക്ക് രണ്ടും കൊണ്ട് കിട്ടേണ്ടത് അവിടെ കണ്ടായിരുന്നു നമ്മുടെ വണ്ടി. സ്വന്തം കൊണ്ട് നമ്മുടെ ബാക്കിലും കൊണ്ടാണ് നമ്മുടെ വണ്ടി. നമ്മളെൻ്റെ കൂട്ടുകാരൻ വിളിക്കാൻ വണ്ടിയുണ്ട്. പെട്ടെന്ന് കയറി വന്നു. എന്തുവാടാ കാണിക്കുന്നേ? കയറണം. എന്ത്? ഞാൻ വണ്ടി എടുക്കാം കേട്ടോ. ആടോ, ഓക്കെ. നമുക്ക് പോവാം. എൻ്റെ സ്നോയിലല്ലോ, ആ സ്നോയിലൊരു വീടുണ്ട്. ഈ സ്ഥലം എന്നെ ഒന്ന് പിടയ്ക്കാതെ. നമ്മള് പ്രൊഫഷണൽ ഡ്രൈവർ ഇല്ലേ? ആ പ്രൊഫഷണൽ ആയിരുന്നിട്ടില്ലേ വണ്ടി കാട്ടിക്കൊണ്ടേ. അത് ചെറിയൊരു വണ്ടിയുടെ ടയർ തന്നെ.
അതുകൊണ്ട് ഒരുത്തൻ റോങ് സൈഡൊക്കെ കയറിപ്പോന്നു. പിന്നെ കേസ് എന്തൊക്കെയാ കാണിക്കുന്നവന്. അപ്പം കേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്നോയിലെ വീടിൻ്റെ. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വരാം കേസ്. നമ്മൾ സ്നോയിൽ തന്നെ പോവാണ്. എൻ്റെ വണ്ടി എന്തത്? എന്തിനാണ് ഇവിടെ നിർത്തി? എനിക്കൊന്ന് വെള്ളം കുടിക്കണോടാ. കേസ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവനൊരു ബസ് കയറി അങ്ങ് പോയി കേസ്. അവൻ പറഞ്ഞ് എൻ്റെ വണ്ടി നമ്മുടെ റൺവേ കിട്ടുന്നവരെ ഇവനെ ഓടിച്ചുകൊണ്ട് കിടന്നോളാൻ. അവൻ നല്ല മനസ്സല്ല, നന്മമാരുമാണ് കേസ്. അപ്പം നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്തോട്ട് കയറാം. നമ്മുടെ പുതിയ വീടാണ് കേസ്. നമ്മുടെ പഴയ വീട് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. നമ്മുടെ പഴയ വീട് തന്നെ ശരിയാന്നല്ലോ. പഴയ വീട് തന്നെ നമ്മൾ റീമേക്ക് ചെയ്തെടുത്തു. എന്നുവെച്ചാൽ പുതിയതാക്കി എടുത്തു കേസ്. നമുക്ക് ടി വി ഒന്നുമില്ലല്ലേ? യോഗ അമ്മയുടെ അടുത്ത് പറയണ്ടേ. അയ്യോ അവിടെ എന്തോ അത്. ഇവിടൊക്കെ എന്തൊക്കെയുണ്ട് ചേച്ചി, എനിക്കൊന്നും അറിഞ്ഞൂടാ. തുറക്കൂ സീറ്റ്. ഇവിടെ നല്ലൊരു ബാത്റൂം ഉണ്ട്. ആണെങ്കിൽ ഇവിടെ കുളിച്ചുകൊണ്ട് അവിടെ വീടൊന്നും ഇല്ലാത്തത് ഭാഗ്യം കേസ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ക്ലോസറ്റിൽ എന്തിനാ ചെടിയൊക്കെ പാമ്പോലും വന്ന് കയറിയിരിക്കുന്നു. എന്നാലും നമ്മൾ വന്ന കാര്യം പറയുമ്പോൾ ഞാനൊന്ന് കയറിക്കിടന്ന് ഉറങ്ങട്ടെ. അതുകൊണ്ട് നമ്മുടെ ബെഡ് ഒരു പുഷപ്പൊക്കെ അടിച്ചിട്ട് വരാം. എന്നാലും എനിക്ക് ഉറക്കം വരത്തുള്ളൂ. അതെവിടെ ആയിരുന്നു? നമ്മുടെ ജിമ്മ് എവിടെ ആയിരുന്നു? ഇതെല്ലാം റീമേക്ക് ചെയ്തുകൊണ്ട് എനിക്കൊന്നും എവിടേക്കൊന്നും മറന്നുപോയി. ഇവിടെ ഒന്നും അല്ല കേസ്. എവിടെ ആയിരുന്നു? മറന്നുപോയി. നമ്മൾ കണ്ടു. അതാണ്ടേ ഒരു പുഷപ്പൊക്കെ അങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ ഗേസ്. പുഷപ്പ് ഇടുക. എറ നിന്നെ കൊണ്ട് യു ക്യാൻ ഇറ്റ്. അതെന്തായിരുന്നു പറയുന്നത്? ഓക്കെ ഗേസ്, ഇന്നത്തെ പുഷപ്പ് മതി. ചേച്ചേ ഓക്കെ ബാ, നമുക്ക് ചെന്ന് കിടന്നുറങ്ങാം. ഇവിടെ അല്ലല്ലോ, എനിക്ക് സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല. ഉറങ്ങണ്ടല്ലായിരുന്നു ബെഡ്റൂം. അതാണ്ട് ബെഡ്റൂമിലെത്തിയില്ലേ? അതാണ്ട് ബെഡ്റൂമിലെത്തിയേ. ഇപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് വരാം. അതുകൊണ്ട് നമ്മുടെ കിറ്റി കുറേ നാളെ കണ്ടിട്ട് കേസ്. ഉറങ്ങിയിട്ട് വരാം കേസ്. നമ്മൾ നല്ല ഉറക്കത്തിന് ശേഷം ചാടി വന്നിട്ടുണ്ട്. നമ്മുടെ ഒബീറ്റോ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി, മിക്കി ബ്രോ അവൻ്റെ വണ്ടി ആയിട്ട് നമ്മളൊന്ന് കറങ്ങാൻ പോവാണ് കേസ്. നമ്മുടെ വണ്ടിയുടെ പണി വേണ്ട നോക്കാൻ, എനിക്കിനി വയ്യ. അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് കരച്ചിൽ. നമുക്ക് ഇവനെ കൊണ്ടൊന്ന് കത്തിച്ചല്ലോ. എന്താ പറ്റിയതെന്ന് പറഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോയേക്കാം. ഇങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ കയറ്റത്തില്ല. കിട്ടിയല്ലോ. സ്നോയുടെ കൂടെ ചെളിയുമായി വണ്ടി. വണ്ടി കുടുങ്ങുകയും ചെയ്തു. നമ്മൾ കത്തിച്ചു വിടാ.